സാറെ കുറേ വർഷങ്ങളായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അഥവാ ഒരു ചെയിൻ സ്മോക്കർ, അയാളെ ഫ്യൂച്ചറിൽ അയാളെ കാത്തിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അയാളെ കാത്തിരിക്കാത്ത നോർമൽ സംഭവം എന്താണെന്ന്. കാരണം ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ബോഡീൻ്റെ എല്ലാ ഭാഗത്തിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ്. നിക്കോട്ടിൻ ബ്ലഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് പറയാ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ലങ് ക്യാൻസർ തന്നെയാണ്. പിന്നെ മറ്റൊന്ന് ഹാർട്ട് അറ്റാക്ക്. ഈ ചെറുപ്പക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ ഏറ്റവും കോമണസ്റ്റ് കോസ് എന്താണെന്ന് വെച്ചാൽ അത് സ്മോക്കിംഗ് ആണ്. പിന്നെ അതേപോലെ നമ്മുടെ ഇപ്പോൾ വാസ്കുലർ സിസ്റ്റത്തിൽ ഇപ്പോൾ കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് കാലിൻ്റെ വിരലുകളൊക്കെ മുറിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരിക. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യന്റ് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻവേരിയബിളി അവർക്ക് കോംപ്ലിക്കേഷൻ വരും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ക്യാൻസർ ശരീരത്തിൻ്റെ എവിടെ വേണമെങ്കിലും വരാം. ഇവർക്ക് നമ്മൾ ചുണ്ടിൽ വരാം, ഓറൽ ക്യാവിറ്റിയിൽ വരാം, പിന്നെ ട്രക്കിൽ, ലങ്സിൽ, കംപ്ലീറ്റ്ലി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരാം. അങ്ങനെ ഒരുപാട് ഇവർക്ക് വരാത്ത സിറ്റുവേഷൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് സ്ട്രോക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, കിഡ്നി ഡാമേജ് വരാം, കാലിലേക്കുള്ള രക്തോട്ടത്തിന് പ്രോബ്ലം വരാം, പിന്നെ ക്യാൻസർ ഒരുവിധം ടൈപ്പ് ക്യാൻസറുകളെല്ലാം വരാം. സോ സ്മോക്കിംഗ് ഏറ്റവും വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. നമ്മൾ ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്.